ഹായ് എവ്രി വൺ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഷോർട്സ് 2-3 ഇട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കുറച്ച് അപാകതകളൊക്കെ എൻ്റെ വീഡിയോസിലുണ്ടാവും. ലൈറ്റിങ് കുറവായിരിക്കും. എനിക്ക് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് നെർവസായി, എങ്ങനെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് കണ്ടൻറ് ക്രിയേറ്റിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് ഇറങ്ങുന്നത്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഞാൻ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബ് എന്നൊരു തോട്ട് പിന്നെയും മനസ്സിലേക്ക് ഓടി വന്നത്. കുറേ കാലം മുന്നേ, കൊറോണ കാലം മുന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ ഇനി എന്താ അതിലോട്ടേക്ക് ഒന്ന് ഇറങ്ങിയാലെന്ന് കരുതി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. ഇതിന് മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു, 2009 സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഞാൻ വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ അറിയണമല്ലോ എന്ന് കരുതി ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കുറച്ചധികം വർഷങ്ങളായിരുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിന് അങ്ങനെ പേരൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ പേരും ഹസ്ബൻഡിൻ്റെ പേരും കൂടിയിട്ട് ഒരു പേര്, ആതിര രോഹിത് എന്ന് പറഞ്ഞിട്ടൊരു പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, എൻ്റെ പേര് ആതിര. എനിക്ക് 2 മക്കളുണ്ട്. ഹസ്ബൻഡ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. 17 വർഷമായി നേവിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പറഞ്ഞു വന്നപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്, ക്ഷമിക്കണം. ഫസ്റ്റ് വീഡിയോ ആണെന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. അത് വോയിസ് ഓവറിലും ഉണ്ടാവും, വീഡിയോസിലും ഉണ്ടാവും, ക്ലാരിറ്റി കുറവുണ്ടാവും, ലൈറ്റിംഗ് പ്രശ്നം ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഒരു ഊഹമില്ലാതെ ഞാൻ ചെയ്ത കാര്യമാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ലൈറ്റിങ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇനി ഒന്ന് ശരിയാക്കി എടുക്കണം. നാച്ചുറൽ ലൈറ്റ് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റിയും ക്ലിയറൊക്കെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിപ്പോൾ പുറത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അകത്ത് ഞാൻ ലൈറ്റിനൊരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞു തരണ്ടേ, ഇന്ന് എൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ ക്ലീനിങ് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഹോബി തന്നെയാണ്. പിന്നെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡാൻസ് തന്നെയാണ്. ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചതാണ്, ഭരതനാട്യം. ഇപ്പോഴും പഠിക്കുന്നുണ്ട്, കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ. അപ്പോൾ പിന്നെ ഉള്ളൊരു ഹോബി അല്ലെങ്കിൽ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. അതും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഫുൾ ക്ലീനിങ് ആണ്. ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ മുന്നോട്ടേക്കുള്ള വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.